വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കും. ഇതിന് അനുമതി തേടി SIT തന്ത്രിക്ക് കത്ത് നൽകി. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഹാജരാകാൻ വൈകിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും രാജീവും പ്രജിത് മോഹനനും ചേരുന്നുണ്ട്. ആദ്യം രാജീവിലേക്കാണ് പോകുന്നത്. രാജീവ്, നമുക്കറിയാം ഈ സ്വർണ്ണ കവർച്ചയിൽ ഈ സ്വർണം പൂശിയ പാളികൾ പരിശോധിക്കുന്നത് അതീവ നിർണായകമാണ്. ഒരു ടേണിംഗ് പോയിന്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ സ്വർണം പൂശിയ പാളികൾ പരിശോധിക്കുമ്പോൾ. എന്തായാലും SITയുടെ അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു? എപ്പോഴാകും ഈ സ്വർണം പൂശിയ പാളികൾ പരിശോധിക്കുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രാജീവ്? അശ്വതി, വളരെ നിർണായകമായൊരു നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുക, അതായത് സ്വർണം പൂശിയ ചെമ്പ് പാളികൾ ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള നീക്കം SIT നടത്തുന്നു. നേരത്തെ ഹൈക്കോടതിയും ഇത് സംബന്ധിച്ച നിർദ്ദേശം SITക്ക് നൽകിയിരുന്നു. വളരെ കൃത്യമായ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണം. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളും കൊണ്ടുപോയപ്പോൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നത്. ഈ പാളികൾ മാറ്റിയോ എന്ന സംശയമായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. അതായത് ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മറ്റാർക്കെങ്കിലും മറിച്ച് നൽകിയിട്ടുണ്ടോ, രാജ്യാന്തര വിഗ്രഹ മോഷണ സംഘം വരെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ നിലവിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ആ രീതിയിലുള്ള പരിശോധനകൾ വേണം എന്ന ആവശ്യവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ, അതായത് നിലവിൽ ചെമ്പിൽ സ്വർണ്ണം പൂശിയ അവസ്ഥയിലാണ്, അത് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നത്. 2019 ഇത് മാറ്റിയോ എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ ഹിതം കൂടി നോക്കി, അതായത് ഭഗവാന്റെ അനുമതി കൂടി വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കാമെന്നാണ് തന്ത്രി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മണ്ഡലകാലം തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടത്താനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. അതായത് നട തുറന്നിരിക്കുമ്പോൾ മാത്രം പരിശോധന നടത്താനുള്ള അനുമതിയാണ് നിലവിൽ തന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം ഈ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസം 16-നോ 17-നോ പരിശോധന നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് അന്വേഷണത്തിൽ വളരെ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി പല സംസ്ഥാനങ്ങളിലും എത്തിച്ച് അതൊരു പ്രദർശന വസ്തുവാക്കി എന്ന SIT കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇനി അറിയേണ്ടത് 2019 അവിടെ നിന്ന് കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളികൾ മറ്റാർക്കെങ്കിലും മറിച്ച് വിട്ടിട്ടുണ്ടോ, ഇതിനുശേഷം മറ്റ് ചെമ്പുപാളികളാണോ ഇവിടേക്ക് എത്തിച്ച് സ്വർണ്ണം പൂശി, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് സ്വർണ്ണം പൂശി വീണ്ടും സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ, അതായത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു ഉൾപ്പെടെയുള്ളവരുടെ ഉന്നത ഗൂഢാലോചനയിലാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് വാസു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ശബരിമലയിലെ യഥാർത്ഥ കട്ടിളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും 1988 വിജയമല്യ സ്വർണ്ണം പൊതിഞ്ഞതാണ്. ആ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി ശാസ്ത്രീയ പരിശോധനകളിലേക്ക് SIT കടക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പരിശോധനകളിലേക്ക് SIT കടക്കുന്നത്. ഇത് ഏതായാലും വളരെ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി പ്രതിയേർത്തുള്ള നീക്കത്തിലേക്ക് SIT കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ മറ്റ് അന്വേഷണങ്ങളിലേക്കും പോകേണ്ടതുണ്ട് എന്നാണ് നിലവിൽ SIT വ്യക്തമാക്കുന്നത്. അശ്വതി, രാജീവ്, ഈ ഒരു പരിശോധനയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഭഗവാന്റെ അനുജ്ഞ തേടിയ ശേഷമായിരിക്കും ഈ സ്വർണ്ണപ്പാളി പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. അപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും രാജീവ്? അശ്വതി, നിലവിൽ SIT തന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അനുമതി വേണം, ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ വേണമെന്ന ആവശ്യമാണ് SIT മുന്നോട്ട് വെച്ചിരുന്നത്. അവിടെയാണ് തന്ത്രി അറിയിച്ചിരിക്കുന്നത് ശബരിമല നട തുറന്ന് ഭഗവാന്റെ അനുജ്ഞ വാങ്ങിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അതായത് നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത്തരം പരിശോധനകൾ നടത്താൻ കഴിയൂ. മാത്രമല്ല ഭഗവാന്റെ അനുജ്ഞ കൂടി വാങ്ങിയതിന് ശേഷം ഇത്തരം തീരുമാനത്തിലേക്ക് പോകാമെന്നാണ് തന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മണ്ഡലകാലം തുടങ്ങുന്നതിന് വേണ്ടി 16-ന് നട തുറക്കും. അതിനുശേഷം ഇത്തരമൊരു പരിശോധന നടത്താനുള്ള തീരുമാനമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഏതായാലും ശാസ്ത്രീയമായ പരിശോധന ഈ നട തുറന്നിരിക്കുമ്പോൾ തന്നെ നടക്കും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിനായി 16-നോ 17-നോ അന്വേഷണ സംഘം ശബരിമലയിലേക്ക് എത്തും. ഏതായാലും പൂർണ്ണമായും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ശബരിമല തന്ത്രിയുടെയും നിർദ്ദേശമനുസരിച്ച് മാത്രമാകും പ്രവർത്തിക്കുകയെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്.
എസ് രാജീവ്, അങ്ങനെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഈ കേസിലെ ടേണിംഗ് പോയിന്റ് ആവാനുള്ള ഒരു പരിശോധന എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് അനുമതി തേടി SIT തന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ദേവന്റെ അനുജ്ഞ തേടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പരിശോധന. അതായത് മണ്ഡലകാലം ആരംഭിച്ച ശേഷം അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ പരിശോധന നടക്കുക. ഈ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പലതവണ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടും ഇദ്ദേഹം ഹാജരായിരുന്നില്ല. ഹാജരായപ്പോഴെല്ലാം വൈരുദ്ധ്യമായ മൊഴികൾ നൽകി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ അത് ഉണ്ടായേക്കില്ല. ഹാജരാകാൻ വൈകിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്, വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. N. വാസുവിന് പിന്നാലെ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമല്ലേ അണിയറയിൽ നടക്കുന്നത്? തെളിവുകളെല്ലാം ഈ പത്മകുമാറിനെതിരല്ലേ പ്രജിത്? N. വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടായതോടുകൂടിയാണ് പത്മകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനു മുൻപ് ഒരു തവണ നോട്ടീസ് നൽകിയെങ്കിലും പത്മകുമാർ ഹാജരായിരുന്നില്ല. അന്ന് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു മാറി നിന്നത്. ഇപ്പോൾ വീണ്ടും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും പത്മകുമാർ ബന്ധുവിൻ്റെ ഒരു മരണാനന്തര ചടങ്ങ് ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇനി അധികം സാവകാശം നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഹാജരാകാൻ വൈകുന്ന സാഹചര്യം ഉണ്ടായാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുക എന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം പോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാറിനെ കുരുക്കുന്ന ഒരു പരാമർശം കഴിഞ്ഞ ദിവസം വാസുവിനെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് 2019 ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റി കടത്തുന്നതിൽ അല്ലെങ്കിൽ ചെമ്പാക്കി മാറ്റി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ അറിവോടെയാണ് വാസു ചെയ്തിരുന്നത് എന്നുള്ള കണ്ടെത്തലാണ് അന്വേഷണ സംഘം നിർണായകമാകുന്ന ഒരു നടപടിയായി അല്ലെങ്കിൽ നിർണായകമാകുന്ന ഒരു കണ്ടെത്തലായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് 2019 സ്വർണ്ണപ്പാളി കവർച്ചയിൽ ദേവസ്വം ബോർഡിന്, അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം പോകുമ്പോൾ, അങ്ങനെ ഒരു പരാമർശം റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒക്കെ പ്രതിസ്ഥാനത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഈ കട്ടളപ്പാളി കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് എന്നുള്ളൊരു പ്രതിസ്ഥാനത്തേക്ക് 8ാമത്തെ പ്രതിയെ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അംഗത്തെയൊന്നും വ്യക്തിപരമായി ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു പക്ഷേ ഈ പറയുന്ന രീതി ഇതൊക്കെ വ്യക്തിപരമായി ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനും ഒക്കെ അറിവുണ്ടായിരുന്നതായി തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അങ്ങനെയൊരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം പോവുകയാണെങ്കിൽ പത്മകുമാറിനേക്ക് വ്യക്തിപരമായി ഇതിൽ പ്രതിചേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാറിനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ള നിർണായക ചോദ്യത്തിന് ഉത്തരം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഒന്ന്, ഇയാൾ N. വാസു ഇത്തരത്തിൽ രേഖകൾ തിരുത്തൽ വരുത്തുന്നത്, ആ രേഖകളിൽ തിരുത്തൽ വരുത്തിയാണ് തങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു തിരുത്തൽ വരുത്തിയ രേഖ മുന്നിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തിയിട്ട് കൂടി അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ആ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. അവിടെയും ദേവസ്വം ബോർഡിനെ പ്രതിയാക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കണ്ടെത്തലാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ വരികയും ഈ മൊത്തത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ മാറിയിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘം പരിശോധിക്കുക. കാരണം ഒന്ന്, ഈ സ്വർണ്ണപ്പാളികൾ കവർച്ച നടക്കുന്ന സമയത്ത് N. വാസു അന്ന് ദേവസ്വം കമ്മീഷണറായിരിക്കുന്നു, പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് പത്മകുമാർ ഇറങ്ങുന്ന സമയത്ത് നേരത്തെ തന്നെ വിരമിച്ചിട്ടുള്ള N. വാസുവാണ് അടുത്തതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത്. അങ്ങനെ ഇതൊക്കെ ഈ ഒരു തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളുടെയും തുടർച്ചയായ ഗൂഢാലോചനകളുടെയും അതാണ് മനസ്സിലാകുന്നത്. അതായത് പത്മകുമാർ കൂടുതൽ അഴിയ കുരുക്കിലേക്ക് കടക്കുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ മതിയാകൂ പത്മകുമാർ. ഇനി വാസുവിന് ശേഷമുള്ള അടുത്ത അറസ്റ്റ് അത് പത്മകുമാറിലേക്കാണോ എന്നാണ് അറിയേണ്ടത്.